ഡേ 13 നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൽ ഹാവ് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് നമ്മൾ ഡേ 12 ഹാഡുമായി ബന്ധപ്പെട്ട് പോസിറ്റീവും നെഗറ്റീവും ക്വസ്റ്റ്യൻസിന്റെയും ഒരു ടാസ്ക് നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം നിങ്ങൾ ശരിയായി ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ടാസ്ക് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം, ഹി ഡാഷ് എ ലോട്ട് ഓഫ് ഹോംവർക്ക് യെസ്റ്റർഡേ. ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്, നമുക്കറിയാം. അവൻ ഇന്നലെ ഹോംവർക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഹാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അർത്ഥം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഹാഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഈ സെന്റൻസിന്റെ അർത്ഥം ഹി ഹാഡ് എ ലോട്ട് ഓഫ് ഹോംവർക്ക് യെസ്റ്റർഡേ. അവൻ ഇന്നലെ ഒരുപാട് ഹോംവർക്കുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ 2 ഡാഷ് നിങ്ങൾക്ക് കാണും. അതായത് സബ്ജക്റ്റിന് മുമ്പും അതുപോലെ സബ്ജക്റ്റിന് ശേഷവും കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്കറിയാം അതൊരു ചോദ്യമായിരിക്കും അല്ലെ. ഇവിടെ ചോദിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ വരികയാണെങ്കിൽ നമുക്കറിയാം ഡിഡ് പ്ലസ് ഹാവ് ആണ് നമ്മൾ ചോദ്യത്തിന് ഉണ്ടായിരുന്നോ എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടി ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയാമോ സെന്റൻസ്, ഡിഡ് ദേ ഹാവ് എ പാർട്ടി ലാസ്റ്റ് നൈറ്റ് അല്ലേ. അവർക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ആ ഒരു യൂസേജ് കൊണ്ട് ആ സെന്റൻസിന് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഷീ ഡാഷ് എ വണ്ടർഫുൾ ട്രിപ്പ് ടു പാരീസ്. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഈ ഹാഡ് എന്ന യൂസേജിന്റെ നെഗറ്റീവ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഡിഡ് നോട്ട് ഹാവ് എന്നാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും, ഷീ ഡിഡ് നോട്ട് ഹാവ് എ വണ്ടർഫുൾ ട്രിപ്പ് ടു പാരീസ് അല്ലേ. അവൾക്ക് മനോഹരമായ ഒരു ട്രിപ്പ് പാരീസിലേക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സെന്റൻസ് കൊണ്ട് ഇവിടെ ഡിഡ് നോട്ട് ഹാവ് എന്ന യൂസേജ് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, സബ്ജക്റ്റിന് മുമ്പും ശേഷവും നമ്മൾ ഡാഷ് കാണുന്നുണ്ട്, അവിടെ എന്തോ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം അതൊരു ചോദ്യമായിരിക്കും ഈ ഒരു യൂസേജിന്റെ സ്ട്രക്ചർ അനുസരിച്ച് കൊണ്ട് അല്ലേ. അപ്പോൾ ഡിഡ് പ്ലസ് ഹാവ് എന്നുള്ളതാണ് അവിടെ സ്ട്രക്ചർ. നമ്മൾ എങ്ങനെ പറയും, ഡിഡ് യു ഹാവ് എ പെറ്റ് വെൻ യു വെയർ ചൈൽഡ് അല്ലേ. നിങ്ങൾ കുട്ടിയായിരുന്ന സമയത്ത് നിങ്ങൾക്ക് പെറ്റ് ഉണ്ടായിരുന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത്തരത്തിൽ ചോദ്യം ചോദിക്കാനുള്ള യൂസേജ് നമുക്കറിയാം ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് എന്നുള്ളതാണ്. ഇനി നമ്മൾ അവസാനത്തെ എന്താണ് ചോദ്യം നോക്കുകയാണെങ്കിൽ ദ ബോയ്സ് ഡാഷ് ഫുട്ബോൾ പ്രാക്ടീസ് ആഫ്റ്റർ സ്കൂൾ. ഇതൊരു നെഗറ്റീവ് സെന്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവ് ആണെങ്കിൽ നമുക്കറിയാം അവിടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഡിഡ് നോട്ട് ഹാവ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ പറയും, ദ ബോയ്സ് ഡിഡ് നോട്ട് ഹാവ് എ ഫുട്ബോൾ പ്രാക്ടീസ് ആഫ്റ്റർ സ്കൂൾ അല്ലേ. സ്കൂളിന് ശേഷം ആൺകുട്ടികൾക്ക് ഫുട്ബോൾ പ്രാക്ടീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ 5 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ശരിയാണെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഡേ 13 പഠിച്ചു തുടങ്ങാം. ഇവിടെ നോക്കുകയാണെങ്കിൽ യൂസ് ഓഫ് വിൽ ഹാവ്, ഷാൾ ഹാവ്, ക്യാൻ ഹാവ്, മേ ഹാവ് എന്നെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതൊരു സാഹചര്യം അനുസരിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഓക്സിലറികൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഐ എന്ന സബ്ജക്റ്റും വി എന്ന സബ്ജക്റ്റും കഴിഞ്ഞ് നമ്മൾ വിൽ ഹാവ് എഴുതുകയാണെങ്കിൽ അവിടെ ചെറിയൊരു ഉറപ്പുണ്ടാകും എന്നുള്ളതാണ്. ഷാൽ ഹാവ് എന്ന് പറഞ്ഞാൽ നോർമലായിട്ടുള്ള ഒരു സെന്റൻസ് പറയാനാണ്. ക്യാൻ ഹാവ് എന്ന് പറഞ്ഞാൽ അതിനുള്ള കഴിവിനെ കാണിക്കാൻ വേണ്ടിയാണ്. ഈ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത് ചെയ്യാൻ സാധിക്കുമെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ക്യാൻ ഹാവ് ഉപയോഗിക്കുന്നത്. അതുപോലെ മേ ഹാവ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സംശയത്തെ കാണിക്കാൻ വേണ്ടിയാണ് ആ സെന്റൻസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ നമ്മൾ ഒരു സെന്റൻസ് പറയുമ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഐ വിൽ ഹാവ് എ ബെറ്റർ ജോബ് ആഫ്റ്റർ 1 ഇയർ. ഒരു വർഷത്തിന് ശേഷം എനിക്ക് ഉറപ്പായും നല്ലൊരു ജോലി ഉണ്ടാകുമെന്നാണ് ഞാനിവിടെ ഐ എന്ന സബ്ജക്ട് കഴിഞ്ഞ് വിൽ ഹാവ് പറഞ്ഞപ്പോൾ കിട്ടിയ അർത്ഥം. അവിടെ ഐ ഷാൽ ഹാവ് എ ബെറ്റർ ജോബ് ആഫ്റ്റർ 1 ഇയർ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്കൊരു ജോലി ഉണ്ടാകും. പക്ഷേ ഈ നോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ഞാൻ ഉദ്ദേശിച്ചത് അവിടെ എനിക്ക് ഉറപ്പോ സംശയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ ഐ ക്യാൻ ഹാവ് എ ബെറ്റർ ജോബ് ആഫ്റ്റർ 1 ഇയർ എന്ന് പറഞ്ഞാൽ അവിടെയും അതിന്റെ അർത്ഥം എനിക്ക് ഒരു വർഷത്തിന് ശേഷം നല്ലൊരു ജോലി ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ ക്യാൻ ഹാവ് ഉപയോഗിച്ചത് കൊണ്ട് ആ സെന്റൻസിൽ ഞാൻ അർത്ഥമാക്കിയത് എനിക്ക് അതിനുള്ള കഴിവുണ്ട്, അതുകൊണ്ട് ആ ജോലി കിട്ടാനും എനിക്ക് സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ മേ ഹാവ് പറഞ്ഞ ഐ മേ ഹാവ് എ ബെറ്റർ ജോബ് ആഫ്റ്റർ 1 ഇയർ ഞാനൊരു സംശയിച്ചിട്ടാണ് സെന്റൻസ് പറഞ്ഞത്. കാരണം എനിക്ക് അത്തരത്തിൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കില്ല. അത്ര ഡൗട്ട്ഫുൾ ആയിട്ട് നമ്മൾ പറയുമ്പോഴാണ് അവിടെ മേ ഹാവ് ആ സെന്റൻസ് നമ്മൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഏത് ഉപയോഗിച്ചാലും അതിന്റെ അർത്ഥം ഉണ്ടാകും എന്നുള്ളതാണ്. സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങളെല്ലാം മാറിയും പിരിഞ്ഞ് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് വിൽ ഹാവ് വെച്ച് നോക്കാം. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സെന്റൻസ് പറയുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്ന അർത്ഥം ഞാൻ പറഞ്ഞു ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പ്രസന്റിൽ പറയുകയാണെങ്കിൽ മനുവിനൊരു കാറുണ്ട്, മനു ഹാസ് എ കാർ അല്ലേ. മനുവിനൊരു കാർ ഉണ്ടായിരുന്നു, അതിനർത്ഥം മനു ആ കാർ ഓലക്സ് ഇട്ട് വിറ്റു. ഇപ്പോൾ മനുവിന്റെ കയ്യിൽ ഒരു സൈക്കിൾ മാത്രമാണ് ഉള്ളത്, അതിനർത്ഥം ഇപ്പൊ കാറില്ല. അതുകൊണ്ട് നമ്മൾ മനു ഹാഡ് എ കാർ, മനുവിനൊരു കാർ ഉണ്ടായിരുന്നു എന്ന് പറയും. ഇനി മനുവിന് ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞ് മനുവിന് നല്ലൊരു കാർ ഉണ്ടാകും എന്ന് പറയുമ്പോൾ മനു വിൽ ഹാവ് എ കാർ എന്നാണ് പറയുന്നത്. അവിടെ സബ്ജക്റ്റ് ഒരു വിഷയമല്ല, എന്ത് തന്നെ ആയാലും നമ്മൾ വിൽ ഹാവ് എഴുതി കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകും എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് കാണാം, ദേ എന്നും ഷീ എന്നും ഐ എന്നും. ഈ 3ലും നമ്മൾ എഴുതേണ്ടത് വിൽ ഹാവ് എന്ന് തന്നെയാണ്. അതിനർത്ഥം നമുക്ക് കിട്ടുന്നത് ദേ വിൽ ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ, അവർക്ക് അടുത്ത വർഷം ഒരു കാർ ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ ഷീ വിൽ ഹാവ് എ ന്യൂ ജോബ് സൂൺ, അവൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു ജോലി ഉണ്ടാകും എന്നുള്ളതാണ് ആ സെന്റൻസിൽ വിൽ ഹാവ് ചേർത്തത് കൊണ്ട് നമുക്ക് കിട്ടിയ അർത്ഥം. നമ്മൾ ഈ പഠിച്ച യൂസേജ് ഒക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാം കഴിഞ്ഞ് നമ്മൾ നൗൺ ആണ് യൂസ് ചെയ്യുന്നത്.
നൗൺ എന്ന് വെച്ചാൽ ഒരു പേരിനെയാണ്. നമ്മൾ മുമ്പുള്ള പാഠത്തിൽ പഠിച്ചതാണ്. ആ പാഠം കണ്ടിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായും ആ പാഠം കാണുക, നൗൺ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് നമ്മൾ ഓക്സിലറി വെർബുകൾ കഴിഞ്ഞ് നൗൺ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അർത്ഥവും, അതുപോലെ തന്നെ ഓക്സിലറി വെർബ് കഴിഞ്ഞ് നമ്മൾ വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടെൻസായി മാറുന്നതാണ്. ഇവിടെ നമ്മൾ വിൽ ഹാവ് കഴിഞ്ഞ് എന്താണ് വെർബ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസായി മാറും. ഇവിടെ നമ്മൾ വിൽ ഹാവ് കഴിഞ്ഞ് കാർ എന്നുള്ളത് എന്താണ്, നൗൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ, പേരാണ് ഉപയോഗിക്കുന്നത്. അത്തരത്തിലാണ് നമുക്ക് ഉണ്ടാകും എന്നുള്ള അർത്ഥം ഇവിടെ കിട്ടുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ വിൽ ഹാവ് എ ബർത്ത്ഡേ പാർട്ടി ടുമാറോ, അല്ലെ, എനിക്ക് നാളെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടാകും എന്ന അർത്ഥം കിട്ടാൻ ഞാനിവിടെ ഐ എന്ന സബ്ജക്റ്റ് കഴിഞ്ഞ് വിൽ ഹാവ് എന്ന യൂസേജ് ആണ് ഉപയോഗിച്ചത്. ഇത്തരത്തിൽ പോസിറ്റീവ് സെന്റൻസുകൾ സബ്ജക്റ്റ് എന്ത് തന്നെ ആയാലും ഉണ്ടാകും എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത് വിൽ ഹാവ് എന്നുള്ളതാണ്. നമുക്ക് നെഗറ്റീവ് സെന്റൻസ് നോക്കാം. എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്സിലറി കഴിഞ്ഞ് ഒരു നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ സെന്റൻസ് നെഗറ്റീവായി മാറി ബാക്കി പോസിറ്റീവ് സെന്റൻസിന് ഒരു മാറ്റവും സാധാരണഗതിയിൽ അത് ടെൻസ് ആയാലും എന്താണ് നോൺ ആക്ഷൻ സെന്റൻസുകളായാലും ഒരു വ്യത്യാസവും വരുന്നതല്ല. ഇവിടെ 3 സബ്ജക്റ്റ് കഴിഞ്ഞ് നമ്മൾ വിൽ നോട്ട് ഹാവ് യൂസ് ചെയ്തുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ ഷോർട്ട് ഫോം നമുക്ക് പറയാം വോണ്ട് ഹാവ് എന്നും പറയാം. ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന അർത്ഥം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷി വിൽ നോട്ട് ഹാവ് ഇനഫ് ടൈം ടു ഫിനിഷ് ദ പ്രോജക്റ്റ്, അവർക്ക് മതിയായ സമയം ഉണ്ടാകില്ല ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്നുള്ളതാണ് ഈ ഒന്നാമത്തെ സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസ് നോക്കുകയാണെങ്കിൽ ദേ വിൽ നോട്ട് ഹാവ് എ കാർ അണ്ടിൽ നെക്സ്റ്റ് ഇയർ, അല്ലെ, അടുത്ത വർഷം വരേക്കും അവർക്ക് എന്താണ് ഒരു കാർ ഉണ്ടാകില്ല എന്നുള്ള അർത്ഥമാണ് ഈ സെന്റൻസിൽ നമ്മൾ വിൽ നോട്ട് ഹാവ് എന്നുള്ള യൂസേജ് ഉപയോഗിച്ചത് കൊണ്ട് കിട്ടുന്ന അർത്ഥം. മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ഐ വിൽ നോട്ട് ഹാവ് സ്കൂൾ നെക്സ്റ്റ് മൺഡേ, അടുത്ത തിങ്കളാഴ്ച എനിക്ക് ക്ലാസ് ഉണ്ടാകില്ല എന്നുള്ള അർത്ഥമാണ് ഇവിടെ വിൽ നോട്ട് ഹാവ് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടിയ അർത്ഥം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ എന്താണ് വിൽ നോട്ട് ഹാവ് കഴിഞ്ഞ് നൗൺ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പേരുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതല്ലാതെ നമ്മൾ വെർബ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആയി മാറും എന്നുള്ളതാണ്. ഇനി നമ്മൾ വിൽ ഹാവ് എന്നുള്ള യൂസേജ് വെച്ച് നമ്മൾ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇംഗ്ലീഷിൽ നമ്മളൊരു ചോദ്യം ഉണ്ടാക്കുമ്പോൾ ആദ്യം നമ്മൾ ഓക്സിലറി വെർബ് പിന്നെ സബ്ജക്റ്റ് ബാക്കിയുള്ളതെല്ലാം എഴുതുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ്, അത് കഴിഞ്ഞ് അവസാനം നമ്മൾ എന്താണ് ഒരു ചോദ്യചിഹ്നം ഇടുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം സബ്ജക്റ്റിന് മുമ്പും അതുപോലെ അത് കഴിഞ്ഞ് നമ്മൾ 2 സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഫിൽ ചെയ്യേണ്ടത് വിൽ പ്ലസ് ഹാവ് ആണ് സബ്ജക്റ്റിന്റെ 2 ഭാഗങ്ങളിലുമായി. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ 3 സബ്ജക്റ്റ് ദേയും ഷീയും ഐയും കാണാം, അല്ലേ. ഇപ്പൊ ചോദ്യത്തിൽ വിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് നമുക്ക് അർത്ഥം കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഫസ്റ്റ് സെന്റൻസ് നോക്കാം. വിൽ ദേ ഹാവ് എ കാർ ഇൻ ദ ഫ്യൂച്ചർ. ഞാൻ പറഞ്ഞു സബ്ജക്റ്റിന്റെ അപ്പുറവും ഇപ്പുറവും 2 വശങ്ങളിലായിട്ടാണ് നമ്മൾ വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് എന്ന സ്ട്രക്ചർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അത്തരത്തിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം വിൽ ദേ ഹാവ് എ കാർ ഇൻ ദ ഫ്യൂച്ചർ, അല്ലേ. ഫ്യൂച്ചർ അവർക്ക് ഒരു കാർ ഉണ്ടാകുമോ എന്നുള്ളതാണ് ഈ ഒരു യൂസേജ് കൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. രണ്ടാമത്തെ സെന്റൻസ് വിൽ ഷീ ഹാവ് എ ചാൻസ് ടു വിസിറ്റ് പാരീസ്, അല്ലേ. പാരീസ് സന്ദർശിക്കാൻ വേണ്ടി അവർക്കൊരു അവസരം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇത്തരത്തിൽ നമ്മൾ അവിടെ എന്താണ് വിൽ ഹാവ് ഉപയോഗിച്ചത് കൊണ്ട് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. വിൽ ഐ ഹാവ് എ ന്യൂ ടോയ് ഫോർ ഹിസ് ബർത്ത്ഡേ, അല്ലേ. അവന്റെ ജന്മദിനത്തിന് എനിക്കൊരു പുതിയ ടോയ് ഉണ്ടാകുമോ എന്നുള്ളതാണ് മൂന്നാമത്തെ സെന്റൻസിൽ വിൽ ഹാവ് യൂസ് ചെയ്തത് കൊണ്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് നമ്മൾ വിൽ ഹാവ് ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവ് സെന്റൻസ് ആയാലും നെഗറ്റീവ് സെന്റൻസ് ആയാലും ക്വസ്റ്റ്യൻസ് ആയാലും ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി ചെറിയൊരു ടാസ്കും കൂടെ നിങ്ങൾക്ക് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവായിട്ടുള്ള സെന്റൻസും നെഗറ്റീവ് സെന്റൻസും ക്വസ്റ്റ്യൻസും കാണാം വിൽ ഹാവ് യൂസ് ചെയ്തുകൊണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പോസിറ്റീവിൽ വിൽ ഹാവും നെഗറ്റീവിൽ വിൽ നോട്ട് ഹാവും ക്വസ്റ്റ്യൻസിൽ വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവുമാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ചോദ്യം വരുമ്പോൾ മാത്രം നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് വില്ല് കഴിഞ്ഞ് സബ്ജക്ട് എഴുതി അത് കഴിഞ്ഞാണ് നമ്മൾ ഹാവ് എഴുതേണ്ടതെന്ന് പ്രത്യേകം എന്താണ് ഓർമ്മിക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു 7 ചോദ്യങ്ങൾ കാണാം. ഈ 7 ചോദ്യങ്ങളും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് ഡേ 14 കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാ കൂട്ടുകാർക്കും നല്ലതുപോലെ മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കമന്റിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്.